ടുഡേ വീഡിയോ വളരെ ടേസ്റ്റിയായ മീൻ നിറച്ചതിൻ്റെ റെസിപ്പിയാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയായൊരു റെസിപ്പിയാണ്. നമ്മളിത് റെഡിയാക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ അല്പം സോസ് പുരട്ടി ഇത് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം നമ്മളിത് കഴിക്കുമ്പോൾ വളരെ സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇനി നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതിനു വേണ്ടി ഞാൻ എടുക്കുന്നത് നെയ്പ്പാരയുടെ തലഭാഗത്തുള്ള പീസാണ്. ദശക്കട്ടിയുള്ള ചെറിയ ഇനം ഫിഷുകളും ഇതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഇതല്പം വെയിറ്റ് കൂടിയ മീനായതുകൊണ്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഞാൻ പൊളിച്ചെടുത്തു. എപ്പോഴും നമ്മൾ ഫിഷൊക്കെ ഉപയോഗിക്കുമ്പോൾ 5 കിലോയിൽ കൂടുതൽ വെയിറ്റുള്ള ഫിഷാണെങ്കിൽ അതിൻ്റെ തൊലി പൊളിച്ച് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ അതിൻ്റെ തൊലിക്ക് കട്ടിയേറി ഫിഷിന് ടേസ്റ്റ് കുറയും. ഇതിൻ്റെ തലയുടെ ഉൾഭാഗവും വയറിൻ്റെ ഉൾഭാഗവും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ മാംസമുള്ള ഭാഗം ഒന്ന് പൊളിച്ചെടുത്തു. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത പാർട്സുകൾ നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി ഇതിനാവശ്യമുള്ള മസാലകൾ റെഡിയാക്കാം. ഇതിനു വേണ്ടി ഞാൻ എടുക്കുന്നത് മീഡിയം സൈസിലുള്ള 2 സവാളയാണ്. ഇതിന് പകരം 1 കപ്പ് ചെറിയ ഉള്ളി എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് ചെറിയ ഇനം തക്കാളിയും കാന്താരിമുളകുമാണ്. ഇതിന് പകരം നമുക്ക് സാധാരണ തക്കാളിയും പച്ചമുളകും ഉപയോഗിക്കാം. ഇനി അല്പം മല്ലിയിലയും കറിവേപ്പിലയും എടുക്കണം. ഇനി ഇതെല്ലാം വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസുകളും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂണ് ചുക്കുപൊടിയും ഈ വെജിറ്റബിളിലേക്ക് ആവശ്യമുള്ള 1/2 സ്പൂൺ ഉപ്പും ചേർക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 2 ടേബിൾ സ്പൂൺ വിനീഗറും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച മീനിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച മസാല നിറച്ച് കൊടുക്കണം. ഇപ്പോൾ തലയുടെ ഭാഗങ്ങളിലെല്ലാം മസാല നിറച്ചെടുത്തു. ഇനി ഇതിൻ്റെ വയറിനകത്തും അല്പം മസാല നിറച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന പാർട്സും ഇതിൽ വെച്ച് കൊടുക്കണം. ഇനി ഇതിന് മുകളിൽ ബാക്കിയുള്ള മസാലകളും നിറച്ച് കൊടുക്കണം. ഇനി ഇതിന് മുകളിൽ 1 സ്പൂണ് മുളക് പൊടി ചേർത്ത് ഒന്ന് പുരട്ടിയെടുക്കണം. വേറൊന്നും ഈ ടൈമിൽ ചേർക്കേണ്ടതില്ല. 2 സൈഡിലും ഇതുപോലെ മുളക് പൊടി പുരട്ടിയെടുക്കണം. ഇനി പുരട്ടിയെടുത്ത ഫിഷ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസുകളൊന്ന് റെഡിയാക്കാം. ഇനി ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് 2.5 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, പുളിക്ക് ആവശ്യത്തിനുള്ള കുടംപുളി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാനിതിൽ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളതെങ്കിലും നിങ്ങൾക്കിഷ്ടമുള്ള മുളക് പൊടി ചേർക്കാം. അതുപോലെ ഇതിൽ കുടംപുളി ചേർക്കുന്നതിന് പകരം നിങ്ങൾക്കിഷ്ടമുള്ള പുളിയും ചേർക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് അടുപ്പിലേക്ക് മാറ്റി ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കണം. 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് 10 മിനിറ്റ് വേവിക്കണം. നമ്മൾ ഇതിനു വേണ്ടി ചെറിയ ഇനം മീനാണ് എടുക്കുന്നതെങ്കിൽ ഇത്ര ടൈം വേവിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇതിൽ ബാലൻസ് ഉള്ള കറിയിൽ നിന്ന് അല്പം കറി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഇനി ഇതിലേക്ക് 1 സ്പൂണ് കോൺ പൗഡർ എടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 4 സവാള ഫ്രൈ ചെയ്തെടുക്കണം. വലിയ ഇനം ഫിഷ് ആയതുകൊണ്ട് 1.5 ഉണ്ട വെള്ളുള്ളിയാണ് ഞാനിതിനു വേണ്ടി എടുക്കുന്നത്. ഇനി മീഡിയം സൈസിലുള്ളൊരു കഷ്ണം ഇഞ്ചി, 3 പച്ചമുളകാണ് ഞാനിതിലേക്ക് എടുക്കുന്നത്. ഇതിൽ നമ്മൾ ഒരുപാട് കാന്താരിമുളക് ചേർത്തിട്ടുള്ളതുകൊണ്ട് ഒരുപാട് പച്ചമുളക് ഈ ടൈമിൽ ആവശ്യമില്ല. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് അത് ചൂടായി വന്നതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത ചില്ലി ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്തു. ഇനി ഇതിൽ നിന്ന് നല്ല സ്മെല്ല് വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം.
ഇപ്പോൾ ഇതിൽ നിന്ന് നല്ല സ്മെല്ല് വരാൻ തുടങ്ങി. ഇനി ഇതിലേക്ക് നമ്മൾ കോൺ പൗഡർ മിക്സ് ചെയ്തെടുത്ത കറി ചേർത്ത് 1 മിനിറ്റ് വഴറ്റിയെടുക്കണം. 1 മിനിറ്റ് വഴറ്റിയെടുത്തപ്പോൾ ഇതൊന്ന് ചെറുതായി കുറുകി വന്നു. ഇനി നമുക്കിത് ഫിഷിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഫിഷ് ഉടയാത്ത വിധം ചെറുതായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ടൈമിൽ ഫിഷ് തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവാള ഇതിൻ്റെ 2 സൈഡിലുമായി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് ചെറിയ തീയിൽ 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. ഈ ടൈം കൊണ്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത സവാളയുടെ സ്മെല്ലും മധുരമൊക്കെ ഈ ഫിഷിലേക്ക് ചേർന്ന് വരും. ഇപ്പോൾ 2 മിനിറ്റിന് ശേഷം ഞാൻ ഈ ഫിഷ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു. ഈ ടൈമിൽ തന്നെ ഇതിൽ നിന്ന് നല്ല സ്മെല്ലാണ് വരുന്നത്. ഇനി ഈ സൈഡിലുള്ള ലിക്വിഡൊക്കെ നമുക്കിതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അല്പം മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് നമുക്കിത് അടച്ച് വെച്ച് 2 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറുന്നതിന് മുന്നേ ഇതിന് മുകളിൽ അല്പം സോസ് പുരട്ടിയെടുക്കണം. ഇപ്പോൾ ഈ ഫിഷിൻ്റെ ഒരു സൈഡിലാണ് നമ്മൾ ഗാർലിക് പേസ്റ്റ് പുരട്ടിയെടുത്തത്. ഇനി ഇതൊന്ന് ഡ്രൈ ആയി വരാൻ വേണ്ടി നമുക്ക് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഈ ഗാർലിക് പേസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി ആവശ്യമുള്ളവർക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റിൽ കൊടുക്കുന്ന എൻഡ് ബോക്സിൽ നിന്ന് ലിങ്ക് എടുത്ത് കാണാവുന്നതാണ്. 2 മിനിറ്റിന് ശേഷം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി നമുക്ക് ഈ സൈഡിലും ഗാർലിക് പേസ്റ്റ് നന്നായി ഒന്ന് പുരട്ടിയെടുക്കാം. ഗാർലിക് പേസ്റ്റ് നന്നായി പുരട്ടിയെടുത്തതിന് ശേഷം 5 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. നമ്മൾ ഈ ഗാർലിക് പേസ്റ്റ് പുരട്ടിയെടുക്കുമ്പോൾ ഇതിൽ വൈറ്റ് കളറിൽ ക്രീമായിട്ട് കാണുന്നുണ്ടെങ്കിലും 5 മിനിറ്റ് ആവുമ്പോഴേക്കും ഈ വൈറ്റ് കളറൊന്നും ഇല്ലാത്ത വിധം ഇത് നന്നായി ഡ്രൈ ആയി കിട്ടും. ഇതിൽ പുരട്ടിയെടുത്ത സോസെല്ലാം ഡ്രൈ ആയി വന്നതിന് ശേഷം നമ്മളിത് കഴിക്കുമ്പോൾ ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അതുപോലെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിറച്ചിട്ടുള്ള കാന്താരിമുളകിൻ്റെ ടേസ്റ്റൊക്കെ ഇതിൽ ചേർന്നിട്ട് ഇതിൻ്റെ ഉൾഭാഗം കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എനിക്കിതൊരു ഗസ്റ്റിന് സെർവ് ചെയ്യേണ്ട ഫുഡായതുകൊണ്ട് ഞാനിതിൻ്റെ ഉൾഭാഗത്ത് നിറച്ചിട്ടുള്ള മസാലകളൊന്നും ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നില്ല. വളരെ ടേസ്റ്റിയായൊരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ സ്പെഷ്യൽ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകും. എൻ്റെ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വേറെ മസാലകളൊക്കെ ചേർത്ത് ചെറിയ ഇനം ഫിഷുകളും ചിക്കനൊക്കെ നിറച്ചതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ആവശ്യമുള്ളവർക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റിലെ ലിങ്ക് ബോക്സിൽ നിന്ന് എടുത്തു കാണാം. ഇനിയും നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം എൻ്റെ സലാം.